ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ത്രീകളുടെ സൈക്കോളജിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ലൈഫിലുള്ള സ്ത്രീയെ നിങ്ങൾക്ക് കുറെ കൂടി സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ലൈഫ് കുറെ കൂടി ബെറ്റർ ആക്കാനും നിങ്ങൾക്ക് സാധിക്കും അവരുടെ കുറച്ച് സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ. സോ അവരെ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, അവർ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും അതിനുള്ള ഒരു പരിഹാരമൊന്നും ആയിരിക്കില്ല അവർ സീക്ക് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ അവർ നിങ്ങളോടൊരു കംപ്ലൈന്റ് ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു വിഷമമായിരിക്കും, അല്ലെങ്കിൽ അവർ നേരിടുന്ന ചാലഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം ഒരു പരിഹാരം കിട്ടണം, ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേ അല്ല അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും അവരെ കേട്ടിരിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ആവശ്യമാണ്. ആ ഒരു തോന്നൽ അവർക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടി കൂടി ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വളരെയധികം റിലാക്സ്ഡ് ആവും. അവർ ഓട്ടോമാറ്റിക്കലി സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരൊരു സൊല്യൂഷൻ ഒന്നും സീക്ക് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾക്കായിരിക്കാം അവരത് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എപ്പോൾ സംസാരിക്കുമ്പോഴും എസ്പെഷ്യലി ഒരു കംപ്ലൈന്റ് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു സൊല്യൂഷൻ വേണം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ആയിരിക്കില്ല. അവർ പറയുക എന്നുള്ളതാണ് അവിടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്ക് അവിടെ നടത്തണം. സോ അതുകൊണ്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് ലൈഫ് കുറെ കൂടി ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. സോ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരൊന്ന് കേട്ടിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ്, അവരെ കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ കാര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അവർ ധരിച്ച ഒരു വസ്ത്രം, അതിൻ്റെ ഒരു കളർ അവർക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കാര്യം വളരെയധികം ഓർത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഒരു നിറം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ട ഭക്ഷണം, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പ്ലേസ്, ഇങ്ങനെ അവരെ കുറിച്ച് അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുകയും ഏതെങ്കിലും ഒരു സിറ്റുവേഷന് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അവരുടെ മനസ്സിൽ നിങ്ങൾ പറയാതെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഗുഡ് ഫീൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ കൊടുക്കാൻ കഴിയും. ഒരുപക്ഷെ വലിയ എക്സ്പെൻസീവ് ആയ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയും. സോ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കണം, അവരുടെ മൈൻഡ് കുറച്ചുകൂടി അറിയണം, അവരോട് കൂടുതൽ അടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത്. അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ പങ്കാളി, അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു കുട്ടി നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങളത് മറ്റൊരാളോടും പറയാതെ നിങ്ങളിൽ തന്നെ സുരക്ഷിതമായി നിങ്ങൾ വെക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഒരു സംസാരം വരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ തന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും അത് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസം നിങ്ങൾക്ക് കിട്ടും. ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് അവർ വളരെ ഓപ്പൺ ആയിട്ട് ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ഒരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് അത് വിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു പ്രഷർ കാരണം പലപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ആയി പോകും. സോ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയോട് ട്രസ്റ്റ് വർത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിലും ആ വ്യക്തി സന്തോഷിക്കും, മാത്രമല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആക്കാനും കഴിയും. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ അതൊരു ആർഗ്യുമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസഗ്രിമെന്റ് ആയിരിക്കാം. പലപ്പോഴും സൈലന്റ് ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും ഒന്നും സംസാരിക്കുന്നില്ല, അത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അപ്സെറ്റ് ആയിരിക്കും. എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
എല്ലാം തുറന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. സോ തുറന്ന് സംസാരിക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലും രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. സോ സൈലന്റ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ഒന്നും സംസാരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്താണെങ്കിലും കാര്യങ്ങൾ കൃത്യമായി അറിയണം, തുറന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ്. സോ തുറന്ന് സംസാരിക്കുക. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം പിടിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അവരെ ഒന്നിനും സ്വതന്ത്രമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാത്ത ആളുകളെ ആരും ഇഷ്ടപ്പെടില്ല. പകരം നമ്മുടെ ലൈഫ് കുറെ കൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുക. സോ നിങ്ങളുടെ ലൈഫിലുള്ള കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അവർ അംഗീകരിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അവരെ ആരാണോ കുറെ കൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് ആയിരിക്കാം, ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കാം, ഫിസിക്കൽ സപ്പോർട്ട് ആയിരിക്കാം. ഇങ്ങനെ അവരെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അവരെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ അവർ നോക്കിക്കാണുക. സോ നിങ്ങളുടെ ലൈഫിലെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് കുറെ കൂടി അടുപ്പം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് കുറെ കൂടി അടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ബെറ്റർ വേർഷൻ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏത് രീതിയിലുള്ള ഒരു ഹെൽപ്പാണോ ആവശ്യം, ആ ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫൈനലി, അപ്രീസിയേഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു നല്ല വാക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് പല ആളുകളുടെയും ഒരു ആഗ്രഹമാണ്. അതായത് ഒരുപാട് എഫേർട്ട് എടുത്തായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും ലൈഫിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നേടുന്നത്. പക്ഷെ ഒരു നല്ല വാക്ക് പറയാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണെങ്കിലൊക്കെ എന്തായിരിക്കും നമുക്ക് ആ ഒരു എസ്പെഷ്യലി നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹേർട്ടായിരിക്കും. നേരെ മറിച്ച് ലൈഫിൽ എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിനെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്, ഒരു അപ്രീസിയേഷൻ നൽകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫീലിംഗ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കും, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു വ്യക്തി, അത് ഏത് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അവരൊരു നേട്ടം അവരുടെ ലൈഫിൽ അവർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നേടിയെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിനന്ദനം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ പൊതുവെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ലൈഫിലെ വ്യക്തിയുമായിട്ട് നിങ്ങൾ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നത്, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.